എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് പ്ലസിന്റെ 1638 ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മെയ് 26 തിങ്കളാഴ്ച. പ്രിയപ്പെട്ട ജോർജ് സാറിനോടും ഉണ്ണികൃഷ്ണൻ സാറിനോടുമുള്ള എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു കൊള്ളട്ടെ. നമുക്കൊരു കഥ കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം. ഒരു യുവ ബിസിനസ്സുകാരന്റെ കഥയാണിത്. നന്നായി നടന്നിരുന്ന അയാളുടെ ബിസിനസ് പ്രശ്നത്തിലാവുന്നു. അയാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിച്ചേരുന്നു. ക്രെഡിറ്റിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരുന്ന സപ്ലയേഴ്സ് എല്ലാം സപ്ലൈ നിർത്തി. പിരിഞ്ഞു കിട്ടേണ്ട തുകകൾ ആൾക്കാർ കൊടുക്കാതെയായി. ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി ഉണ്ടായി. മൊത്തത്തിൽ ആകെ വരിഞ്ഞു മുറുക്കിയ ഒരവസ്ഥ. വഴികളെല്ലാം അടഞ്ഞ അവസ്ഥയിലായി. കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ബാധ്യത. ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് അയാൾ ചിന്തിക്കുകയുണ്ടായി. ഒരു ദിവസം അയാൾ തൊട്ടടുത്തുള്ള പാർക്കിലേക്ക് പോയി അവിടുത്തെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നു. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ അയാളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, താങ്കൾ എന്തോ വലിയ മാനസിക വിഷമത്തിലാണെന്ന് തോന്നുന്നു. വിരോധമില്ലെങ്കിൽ എന്നോട് പറയാം. ചിലപ്പോൾ താങ്കളെ എനിക്ക് സഹായിക്കാൻ സാധിച്ചേക്കും. ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തോടെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് കരുതിയെങ്കിലും അയാളുടെ കഥ ആ വൃദ്ധനോട് പൂർണ്ണമായും പറഞ്ഞു. കഥയൊക്കെ കേട്ട ശേഷം ആ വൃദ്ധൻ തന്റെ ബാഗ് തുറന്ന് ഒരു ചെക്ക് ബുക്ക് പുറത്തെടുത്തു. എന്നിട്ട് അതിലൊരു തുക എഴുതി മടക്കി ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് താങ്കൾക്ക് തൽക്കാലം ഉപകാരപ്പെടട്ടെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കൃത്യമായി 1 വർഷം കഴിയുമ്പോൾ ഇതേ സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ എനിക്ക് ഈ തുക മടക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വൃദ്ധൻ ആൾക്കൂട്ടത്തിലേക്ക് നടന്നു മറഞ്ഞു. ചെറുപ്പക്കാരൻ ചെക്ക് തുറന്നു നോക്കിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടുപോയി. അയാൾക്ക് ആവശ്യമുള്ള മുഴുവൻ തുകയും അതിൽ എഴുതിയിട്ടുണ്ട്. അയാൾ ആ ചെക്ക് എഴുതിയ ആളുടെ പേരിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് കൂടുതൽ അതിശയമുണ്ടായത്. അതിൽ എഴുതിയിരുന്ന പേര് ജോൺ ഡി റോക്ക്ഫെല്ലർ എന്നായിരുന്നു. അതായത് അമേരിക്കയിലെ ഏറ്റവും വലിയ ധനികനും ഫിലാന്ത്രോപ്പിസ്റ്റുമായ ജോൺ ഡി റോക്ക്ഫെല്ലർ. എന്താണ് ചെയ്യേണ്ടത് അറിയാതെ അയാൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ പോലും സാധിച്ചില്ലല്ലോ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അയാൾ അവിടെ നിന്ന് അയാളുടെ വീട്ടിലേക്ക് പോയി. എല്ലാവരുടെയും കടം തീർക്കണം. കടം തീർത്തിട്ട് പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ അയാൾക്ക് അടുത്ത ചിന്ത വന്നു. എല്ലാവരുടെയും കടമൊക്കെ തീർത്തു കഴിഞ്ഞാൽ പുതിയ ബിസിനസ്സിന് പണം എവിടെ? 1 കൊല്ലം കഴിയുമ്പോൾ ഈ പണം അയാൾക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. തിരിച്ചും മറിച്ചും അയാൾ ചിന്തിച്ചു. അവസാനം ആ ചെക്ക് അയാളുടെ അലമാരയിൽ സേഫിൽ വെച്ച് പൂട്ടി. എന്നിട്ട് ഫോൺ കയ്യിലെടുത്ത് അയാളുടെ ക്ലയൻസിനെ ഒന്നൊന്നായി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ തനിക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരുന്നവരോടെല്ലാം അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്നോട് പാർട്ണർഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് പേയ്മെന്റ് വേണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ പിരിഞ്ഞു കിട്ടാനുള്ള പണം ഉള്ളവർക്ക് ഒരു ഡിസ്കൗണ്ടും അനുവദിച്ചു. ബാങ്കിൽ നിന്ന് കുറച്ച് സമയവും അയാൾ ചോദിച്ചു വാങ്ങിച്ചു. പതിയെ പതിയെ അയാളുടെ ബിസിനസ് നന്നായി. ഒരു 6 മാസം കൊണ്ട് അയാളുടെ ബിസിനസ് ഏതാണ്ട് പച്ച പിടിച്ചു. 1 കൊല്ലത്തിനുള്ളിൽ തന്നെ അയാൾ പഴയ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പൊ അങ്ങനെ 1 കൊല്ലം തികഞ്ഞു. പണം മടക്കി കൊടുക്കേണ്ട ദിവസമായി. അയാൾ അലമാര തുറന്ന് ആ ചെക്കും എടുത്ത് ബാഗിൽ വെച്ച് നേരെ പാർക്കിലേക്ക് നടന്നു. പഴയ ബെഞ്ചിൽ പോയി ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ കാണാം, അതാ വരുന്നു അയാളുടെ സേവിയർ. അദ്ദേഹം അടുത്തു വന്നിരുന്നപ്പോൾ ഇദ്ദേഹം ബാഗ് തുറന്ന് ചെക്ക് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഓടി വന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ക്ഷമിക്കണം, താങ്കൾക്ക് ശല്യമൊന്നും ഉണ്ടായില്ല എന്ന് കരുതട്ടെ. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ റെസ്റ്റ് ഹോമിൽ നിന്ന് ഞങ്ങൾ കാണാതെ പുറത്തിറങ്ങിപ്പോകും. എല്ലാവരോടും ജോൺ ഡി റോക്ക്ഫെല്ലർ ആണ് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുകയും ചെയ്യും. ക്ഷമിക്കണം. അവർ ആൾക്കൂട്ടത്തിലേക്ക് നടന്നു നീങ്ങി.
ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുമ്പേ അവർ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും ഈ കഥയിലെ ബിസിനസ്സുകാരന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയ അയാളുടെ ഉള്ളിലെ കഴിവായ റെസിലിയൻസ് ആണ്. റെസിലിയൻസ്, ദ പവർ ടു ബൗൺസ് ബാക്ക്. റെസിലിയൻസ് എന്ന വാക്കിന്റെ മലയാള അർത്ഥം മനോമാന്ദ്യത്തിൽ നിന്ന് പെട്ടെന്ന് വിമുക്തനാവാനുള്ള കഴിവ്, പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള നൈസർഗികമായ കഴിവ്, പൂർവസ്ഥിതി പ്രാപിക്കൽ എന്നൊക്കെയാണ്. ഇവിടെ നാം കണ്ട യുവാവിന്റെ ബിസിനസ്സിലേക്കുള്ള തിരിച്ചുവരവിന് കാരണമായത് ആ വൃദ്ധൻ നൽകിയ ഒരു കൈത്താങ്ങായിരുന്നു, ആ ചെക്കായിരുന്നു. അത് വ്യാജനാണെന്ന് പോലും അറിയാതെ അയാളുടെ ഉള്ളിലെ ശക്തി ഉപയോഗിച്ച് അയാൾ തിരിച്ചു വരികയാണ് ചെയ്തത്. അയാളുടെ സെൽഫ് കോൺഫിഡൻസും കഠിനാധ്വാനവും ഓപ്റ്റിമിസവും ഒക്കെ ആയിരുന്നു അയാളുടെ തിരിച്ചുവരവിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. എന്താണ് റെസിലിയൻസ് എന്ന് നോക്കാം. റെസിലിയൻസ് ഈസ് ദ എബിലിറ്റി ടു കോപ്പ് മെന്റലി ആൻഡ് ഇമോഷണലി വിത്ത് ക്രൈസിസ് ഓർ ടു റിട്ടേൺ ടു എ പ്രീ ക്രൈസിസ് സ്റ്റാറ്റസ് ക്വിക്ക്ലി. അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാനസികമായും വൈകാരികമായും തളരാതെ ആ സാഹചര്യത്തോട് ഇണങ്ങിരുന്നുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരുന്ന കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പലതരം ക്രൈസിസുകൾ നമ്മെ തേടിയെത്താറുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേർപാടുകൾ, പരാജയം, നഷ്ടങ്ങൾ, തിരാവ്യാധികൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇവയിൽ ഏതെങ്കിലും ഒന്നിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് കരകയറാതെ മറ്റുള്ളവരെയും വിധിയെയും ഒക്കെ പഴി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. നമ്മൾ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരേണ്ടതായിട്ട് ഉണ്ട്. ഈ സെറ്റ്ബാക്സ് വരുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 തരം സെറ്റ്ബാക്സ് ആണ് നമുക്കുണ്ടാകുന്നത്. ഒന്ന്, എക്സ്റ്റേണൽ സെറ്റ്ബാക്സ് എന്ന് പറയും. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുവരുന്ന പ്രതിസന്ധികൾ. ഉദാഹരണത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേർപാട് അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാടായിരിക്കും. അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ, ഫിനാൻഷ്യൽ സ്ട്രഗിൾ, നാച്ചുറൽ കലാമിറ്റീസ്, ഫോഴ്സ്ഡ് റീലൊക്കേഷൻ, നമ്മൾ താമസിക്കുന്ന സ്ഥലം വിട്ടു പോകേണ്ടതായിട്ട് വരുന്നു, യുദ്ധങ്ങൾ, ഇതെല്ലാം എക്സ്റ്റേണൽ സെറ്റ്ബാക്സ് ആണ്. ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തേത് ഇന്റേണൽ സെറ്റ്ബാക്സ് ആണ്. നമ്മുടെ വ്യക്തിത്വത്തിലെ അപാകതകൾ കാരണം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. അതായത് നമ്മുടെ സെൽഫ് ഡൗട്ട് കൊണ്ടോ, തോൽക്കുമെന്നുള്ള ഭീതി കൊണ്ടോ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലായ്മ കൊണ്ടോ, നമ്മുടെ തന്നെ അൺഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടോ ഒക്കെ വരുന്ന സെറ്റ്ബാക്സ് ആണ് ഇന്റേണൽ സെറ്റ്ബാക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇന്റർപേഴ്സണൽ സെറ്റ്ബാക്സ് ആണ്. വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് വിത്ത് ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, അതുപോലെ തന്നെ ബ്രേക്കപ്സ് കൊണ്ട് വരുന്നത്, ടോക്സിക് റിലേഷൻഷിപ്സിൽ നിന്ന് വരുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ, ഇതെല്ലാം ഇന്റർപേഴ്സണൽ സെറ്റ്ബാക്സിൽ വരുന്നു. ഇവ മൂന്നും നമുക്ക് തരണം ചെയ്യണമെങ്കിൽ വ്യത്യസ്തമായ സ്ട്രാറ്റജീസ് വേണം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതില് എക്സ്റ്റേണൽ സെറ്റ്ബാക്സ് നമ്മുടെ കാരണം കൊണ്ടല്ലാത്തത് കൊണ്ട് അതിനെ തരണം ചെയ്യാൻ ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വന്നേക്കും. ചിലപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ എടുക്കേണ്ടതായിട്ടും വരും. അവിടെ നമ്മുടെ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ സറണ്ടർ ചെയ്യുകയും അത്യാവശ്യമാണ്. എന്നാൽ ഇന്റേണൽ സെറ്റ്ബാക്സ് നമ്മുടെ തന്നെ പോരായ്മകൾ കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എന്നിട്ട് അതിനെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. ഇന്റർപേഴ്സണൽ സെറ്റ്ബാക്സിൽ മറ്റു വ്യക്തികൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അത് റിസോൾവ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കുറച്ച് അസർട്ടീവ് ആകേണ്ടതായിട്ട് വരുന്നു. ലെറ്റിംഗ് ഗോ പോലുള്ള പ്രാക്ടീസസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പും എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇനി നിങ്ങൾ റെസിലിയന്റ് ആയിട്ടുള്ള ഒരു ആളാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമ്മൾ നോക്കുന്നത്.
ഇവിടെ നമ്മൾ 5 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം റെസിലിയന്റ് ആണെന്ന്. അതിലെ ആദ്യത്തെ ചോദ്യം, ആർ യു അഡാപ്റ്റബിൾ ടു ന്യൂ സിറ്റുവേഷൻസ്? ഒരു പുതിയ സാഹചര്യത്തോട് നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ആർ യു ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് സ്ട്രെസ്? നിങ്ങൾക്ക് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഹൗ സ്ട്രോങ് ഈസ് യുവർ ഇമോഷണൽ വെൽബീയിങ്? നിങ്ങൾ എത്രത്തോളം വൈകാരികമായി ശക്തരാണ്? നാലാമത്തെ ചോദ്യം, ആർ യു ആൻ ഓപ്റ്റിമിസ്റ്റ്? നിങ്ങൾ ശുഭാപ്തി വിശ്വാസിയാണോ? അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഈസ് യുവർ സപ്പോർട്ട് നെറ്റ്വർക്ക്? നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടോ? ഇവിടെ ഓരോ ആസ്പെക്റ്റിനും നമ്മൾ 5 മാർക്ക് വെച്ച് കൊടുക്കുന്നു. 5-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ഒന്ന് വിലയിരുത്താം, സ്വയം ഒന്ന് വിലയിരുത്താവുന്നതാണ്. 5-ൽ 5 മാർക്ക് കിട്ടിയാൽ എക്സലന്റ് ആണ്, 5-ൽ 4 കിട്ടിയാൽ സ്ട്രോങ് ആണ്, 5-ൽ 3 കിട്ടിയാൽ ആവറേജ്, 2 കിട്ടിയാൽ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്, 1 കിട്ടുന്നതെങ്കിൽ നിങ്ങൾ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കൊന്ന് വിലയിരുത്താം, ഒരു അര മിനിറ്റ് എടുത്ത് ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങളുടെ സ്കോർ അറൈവ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഒരു 20 ആണെങ്കിൽ, അതായത് 5 ഗുണം 4, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് റെസിലിയൻസ് ഉള്ള ആളാണ്, സ്ട്രോങ് റെസിലിയന്റ് ആണ്. അവർ ഓരോന്നും 3 വെച്ചൊക്കെയാണ് കിട്ടിയതെങ്കിൽ 15 മാർക്കായിരിക്കും വരുന്നത്. 15 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആവറേജ് റെസിലിയന്റ് ആയിട്ടുള്ള ആളാണ്. ഇനി 15-ലും താഴെയാണെങ്കിൽ ബിലോ ആവറേജ് ആണ്. അങ്ങനെ എങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. എക്സലന്റ് ആയിട്ടുള്ളവർ, യു ക്യാൻ അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. ഇനി നമുക്ക് ഈ റെസിലിയൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. അതിനൊരു 7 സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. ധാരാളം മാർഗങ്ങളുണ്ട്, അതിൽ നിന്നും 7 എണ്ണമാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത്, സ്റ്റെപ്പ് ബാക്ക് ആൻഡ് അസസ് ദ സിറ്റുവേഷൻ തറലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ വസ്തുനിഷ്ഠമായി ഒന്ന് വിലയിരുത്തുക. പ്രശ്നം ഏത് തരത്തിലുള്ളതാണെന്നും അതിനുള്ള പരിഹാര മാർഗം എന്താണെന്നും നന്നായി ചിന്തിക്കുക. ആദ്യമായി ഈ ചലഞ്ചിനെ അക്നോളജ് ചെയ്യുകയാണ് വേണ്ടുന്നത്. എന്നിട്ട് മറികടക്കുവാനുള്ള സ്ട്രാറ്റജി രൂപപ്പെടുത്തണം. രണ്ടാമത്തത്, ഡെവലപ്പ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു ക്രൈസിസ് വരുമ്പോൾ പോസിറ്റീവ് ചിന്തകളെക്കാൾ കൂടുതൽ നെഗറ്റീവ് ചിന്തകളാവും മുന്നോട്ട് വരിക. അവിടെ നമ്മുടെ ചിന്തകളെ ബോധപൂർവം ഒന്ന് റീഫ്രെയിം ചെയ്ത് പ്രോബ്ലം വിൻഡോയിൽ നിന്ന് സൊല്യൂഷൻ വിൻഡോയിലേക്ക് മാറാൻ നമ്മൾ ശ്രമിക്കണം. അത് പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം. സാധാരണഗതിയിൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ അങ്ങനെ ഒരു ശ്രമം അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചലഞ്ചസിനെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണാനും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ എത്തിച്ചേരാനും നമുക്ക് സാധിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, ബിൽഡ് സ്ട്രോങ് കണക്ഷൻസ്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് വൈകാരികമായി സപ്പോർട്ട് തരുവാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും കൊളീഗ്സിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ സാധിക്കും. അതിനാൽ വളരെ സ്ട്രോങ് ആയ ഒരു നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നാലാമത്തത്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഒരു സെറ്റ്ബാക്ക് വരുമ്പോൾ ആദ്യം തളരുക നമ്മുടെ ശരീരവും മനസ്സുമായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമുള്ള, അല്ലെങ്കിൽ അതിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് പരമപ്രധാനമായിട്ടുള്ളത്. അവിടെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിസന്ധി ഘട്ടമാണെന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറങ്ങാതിരിക്കുക, അതുകൊണ്ടൊന്നും കാര്യമില്ല. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല ഉറക്കം, ഇവയൊക്കെ ശരീരത്തിന് വേണ്ടിയും മനസ്സിന് വേണ്ടി
നമുക്ക് മെഡിറ്റേഷൻസ് നടത്താം, സത്സംഗങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. 5, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. നിങ്ങൾ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഗോൾസ് വെക്കാറുണ്ട്. അങ്ങനെയുള്ള ഗോൾസ്, വലിയ ഗോൾസ് ഒറ്റയടി സാധിക്കാൻ പുറപ്പെടുന്നതിന് പകരം ബ്രേക്ക് ഡൗൺ യുവർ ഗോൾസ് ഇൻടു മാനേജബിൾ സ്റ്റെപ്സ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് നിങ്ങളുടെ ഗോൾസിനെ മുറിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യുക. അപ്പോൾ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ കടക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അത് നിങ്ങളെ മോട്ടിവേറ്റഡ് ആയി നിലനിർത്താനും ഉപകരിക്കുന്നു. ലേൺ ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ. എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുക. സത്യസന്ധമായി നമ്മുടെ പോയ കാലത്തിന്റെ ഒരു കണക്കെടുപ്പ് നടത്തുന്നു. അവിടെ പോയകാല അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ നാം എന്ത് സ്ട്രാറ്റജിയാണ് എടുത്തിരുന്നത് എന്നും ആർക്കൊക്കെയാണ് നമ്മെ സഹായിക്കാൻ സാധിച്ചതെന്നും മനസ്സിലോർക്കുക. പഴയ സ്ട്രാറ്റജി നല്ലതാണെങ്കിൽ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോഴും അതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവ മാറ്റേണ്ടതായിട്ടുണ്ട്. പ്രാക്ടീസ് സ്ട്രെസ് മാനേജ്മെന്റ്. സമ്മർദ്ദം കുറയ്ക്കാൻ നമുക്ക് വേണ്ട പ്രാക്ടീസുകൾ ചെയ്യണം. മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിത്യേന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ നന്നായിരിക്കും. അതുപോലെ തന്നെ വിവിധ തരം മെഡിറ്റേഷൻസ് നമുക്ക് ശീലിക്കാം. ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, നോബഡി ക്യാൻ ഹേർട്ട് യു വിത്തൗട്ട് യുവർ പെർമിഷൻ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലാണ്, അത് നാം മനസ്സിലാക്കണം. അത് പുറമേ അല്ല എന്നും മറ്റുള്ളവരല്ല നമ്മുടെ പ്രതിസന്ധികൾക്ക് കാരണമെന്നുമുള്ള തിരിച്ചറിവ് നമ്മിൽ ഊട്ടിയുറപ്പിക്കേണ്ടതായിട്ടുണ്ട്. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയില്യൂർ ഈസ് നോട്ട് ഫേറ്റൽ. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. വിജയം ഒന്നിന്റെയും അവസാന വാക്കല്ല, പരാജയം വിനാശകാരിയുമല്ല. ജീവിതം തുടർന്നു കൊണ്ടുപോകാനുള്ള ധൈര്യമാണ് പ്രധാനം എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്. വീഴുക എന്നുള്ളത് ആരുടെയും കുറ്റമല്ല, എന്നാൽ വീണിടത്ത് തന്നെ കിടക്കുന്നത് അല്ലെങ്കിൽ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് കുറ്റകരമായിട്ടുള്ളത്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.